അഭിമന്യു വധക്കേസിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്ന് കാണാതായ രേഖകൾ ഈ മാസം 18-ന് പ്രോസിക്യൂഷൻ വീണ്ടും കോടതിയിലേക്ക് കൈമാറും. കുറ്റപത്രമടക്കം 11 രേഖകളാണ് കാണാതെ പോയത്. പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തേടിയുള്ള NIA അന്വേഷണത്തിലാണ് രേഖകൾ കാണാതായ വിവരം പുറത്തറിഞ്ഞത്. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് SFI ആവശ്യപ്പെട്ടു. CPIM-ന്റെ പൂർണ്ണ അറിവോടെയാണ് രേഖകൾ കാണാതായതെന്നാണ് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറിന്റെ ആരോപണം. കേസ് അട്ടിമറിക്കുക എന്നത് CPM-ന്റെ അജണ്ടയാണ്, CPM-ന്റെ ലക്ഷ്യമാണ്. കാരണം മനസ്സിലാക്കുക, എറണാകുളം മഹാരാജാസ് പോലെ ഒരു ക്യാമ്പസിൽ ഒരു വിദ്യാർത്ഥി, അതും SFI പ്രവർത്തകനായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയെ അതിദാരുണമായി മരണത്തിലേക്ക് എത്തപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അത് തുടക്കം മുതൽ ഞങ്ങളതിൽ പറയുന്നു. അതിൽ ഇരയോടൊപ്പം വേട്ടക്കാരോടൊപ്പം ഓടുന്ന സമീപനമാണ് CPM തുടക്കം മുതൽ അനുവർത്തിച്ച് പോന്നിരുന്നത്. ആ രക്തസാക്ഷ്യത്തെ വിറ്റ് കാശാക്കിയ സംഘടനയാണ് SFIയും CPM-ഉം എന്ന് പറയുന്നത്. അഭിമന്യു കൊലക്കേസിലെ രേഖകൾ കോടതിയിൽ നിന്ന് കാണാതായതിൽ കുറ്റക്കാരെ കണ്ടെത്തണം എന്ന് അഭിമന്യുവിന്റെ സഹോദരൻ പരിജിത്ത്. സംഭവം ഞെട്ടലുണ്ടാക്കുന്നതാണ്. ഡിജിറ്റൽ രേഖകൾ ഉള്ളതിനാൽ വിചാരണ നീണ്ടുപോകുമെന്ന് കരുതുന്നില്ലെന്നും പരിജിത്ത് പ്രതികരിച്ചു. അതായത് ഈ രേഖ എന്തായാലും കോടതിയിൽ നിന്ന് വെറുതെ ഇറങ്ങിപ്പോകില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആര്? അപ്പോൾ അവർക്കെതിരെ കടുത്ത നടപടി എടുക്കണം. കോടതി ഇത് കാണാണ്ട് പോയെന്ന് കേൾക്കുമ്പോൾ സത്യമായിട്ട് അത് നെറ്റലുണ്ടാക്കുന്ന വിഷയമാണ്. കാരണം നീതിപീഠത്തിൽ നിന്നാണ് ഈ രേഖകൾ കാണാണ്ട് പോയേക്കുന്നത്. അപ്പോൾ നമ്മളെങ്ങനെ വിശ്വസിച്ച്, ഒരു കോടതി എങ്ങനെ വിശ്വസിച്ച് നമ്മളിത് നിൽക്കും? അപ്പോൾ എത്രയും വേഗം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്, അതായത് ഈ രേഖ കാണാണ്ട് പോയതിൻ്റെ കാരണം എന്താണ്, അപ്പോൾ ഇത് എങ്ങനെ മാറിപ്പോയി, അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആറ് എന്നുള്ളത് സമൂഹത്തിന് നമുക്കൊന്ന് വെളിച്ചത്തിൽ കൊണ്ടുവന്ന് അവർക്കെതിരെ കടുത്ത നടപടിയൊന്നും എടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ശ്യാംകുമാർ കൊച്ചിയിൽ നിന്നും, രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്നും വിവരങ്ങൾ നൽകാനുണ്ട്. ശ്യാം, ഈ അഭിമന്യു കൊലക്കേസിലെ കുറ്റപത്രമടക്കമുള്ള 11 പ്രധാനപ്പെട്ട രേഖകളാണ് കാണാതായത്. ഇപ്പോഴത് ആ രേഖകൾ വീണ്ടും കോടതിക്ക് സമർപ്പിക്കാൻ ഒരുങ്ങുന്നുണ്ട്. ഇത് ഏതെങ്കിലും തരത്തിൽ ഇതിന് വിചാരണയെ ബാധിക്കുമോ? എന്താണ് ഈ വിഷയത്തിൽ SFIയുടെ പ്രതികരണം? എന്താണ് KSUവിന്റെ ആരോപണം? ഗോപി, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എങ്ങനെ ഈ രേഖകൾ കോടതിയിൽ നിന്നും കാണാതായി എന്നതിന് ഉത്തരം പറയേണ്ടത് കോടതി തന്നെയാണ്. കാരണം അന്വേഷണ ഉദ്യോഗസ്ഥർ അന്വേഷണം പൂർത്തീകരിച്ച് കോടതിയിലും DYSP ഓഫീസിലും ഉൾപ്പെടെ സമർപ്പിക്കുന്ന രേഖകൾ, അതിൽ കോടതിയിൽ സമർപ്പിക്കുന്ന രേഖകൾ മജിസ്ട്രേറ്റ് സാക്ഷ്യപ്പെടുത്തിയ ശേഷമാണ് റെക്കോർഡ്സ് വിഭാഗത്തിലേക്ക് കൈമാറുന്നത്. ആ രേഖകൾ കോടതിയിൽ വിചാരണ ഘട്ടത്തിൽ ഉപയോഗിക്കേണ്ടതുമാണ്. അത്തരത്തിൽ വളരെ രഹസ്യ സ്വഭാവത്തിൽ കോടതിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ആ രേഖകൾ എങ്ങനെ നഷ്ടമായി എന്നുള്ളതിൽ പോലീസ് അന്വേഷണമാണ് നടക്കേണ്ടത്. ആഭ്യന്തര തലത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷേ രേഖകൾ കോടതിയിൽ നിന്ന് പുറത്തേക്ക് പോയത് ഏത് രീതിയിലെന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതിന് അന്വേഷണവും ആവശ്യമാണ്. മറ്റൊരു കാര്യം, ഈ വിചാരണയെ ഇത് ബാധിക്കാൻ ഇടയില്ല. കാരണം ഒരു സെറ്റ് മാത്രമല്ല, ഒരു കേസുമായി ബന്ധപ്പെട്ട മിനിമം 3 സെറ്റ് രേഖകളാണ് പോലീസ് തയ്യാറാക്കുക. അതിലൊന്ന് പ്രോസിക്യൂഷൻ്റെ കൈവശമുണ്ടാകും, ഒന്ന് DYSP ഓഫീസിൽ അല്ലെങ്കിൽ അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിലുണ്ടാകും, മറ്റൊരു സെറ്റാണ് കോടതിയിലേക്ക് സമർപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷന് ഈ രേഖകൾ ഹാജരാക്കാൻ സാധിക്കും. പക്ഷേ ഇത്രയും പ്രധാനപ്പെട്ട ഒരു കേസിൽ കോടതിയിൽ സമർപ്പിച്ച പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ അടക്കം അല്ലെങ്കിൽ കുറ്റപത്രത്തിൻ്റെ അടക്കം രേഖകൾ കോടതിയിൽ നിന്ന് നഷ്ടമായി എന്ന് പറയുന്നത് ഞെട്ടിക്കുന്ന വസ്തുതയാണ്. കാരണം തൊണ്ടി മുതലടക്കം അതേ കോടതിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനി അതിനെന്തെങ്കിലും തരത്തിലുള്ള നഷ്ടം ഉണ്ടായിട്ടുണ്ടോ എന്നതുകൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. NIA എത്തിയപ്പോൾ മാത്രമാണ് ഈ വിവരം പുറത്തറിഞ്ഞത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം.